നമസ്കാരം. ജസ്റ്റ് ഡീകോഡ് ചാനലിലേക്കും മഹാഭാരത പര്യടനത്തിൻ്റെ 53ാമത്തെ എപ്പിസോഡിലേക്കും സ്വാഗതം. ശിശുപാലനെ വധിച്ചതും രാജസൂയം പൂർത്തിയാക്കിയതുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. ഇപ്പോൾ നാം കേൾക്കാൻ പോകുന്നത് പാണ്ഡവർക്ക് ലഭിച്ച ഐശ്വര്യത്തെക്കുറിച്ചുള്ള ദുര്യോധനൻ്റെ ആശങ്കകളാണ്. നമ്മൾ ഈ നാട്ടിലൊക്കെ ഒരു വിശ്വാസമുണ്ടല്ലോ, അതായത് ഈ കണ്ണു വയ്ക്കുക എന്നൊക്കെ പറയുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരാളുടെ മനസ്സിൽ അസൂയ തോന്നിക്കഴിഞ്ഞാൽ അയാൾ തനിക്ക് അസൂയ തോന്നുന്ന വ്യക്തിയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. അത് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ളതും അതിൽ വലിയ തർക്കം ഉണ്ടാകാൻ ഇടയില്ലാത്തതുമായ കാര്യമാണ്. അപ്പോൾ ഈ രാജസൂയത്തിൻ്റെ ചുമതല നൽകിയതിൽ ദുര്യോധനന് നൽകിയ ചുമതല ആളുകളെ സ്വീകരിക്കുക, അവർ തരുന്ന ഉപഹാരങ്ങൾ വാങ്ങി വയ്ക്കുക എന്നുള്ളതായിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ദുര്യോധനൻ്റെ കണ്ണു തള്ളി. ഓരോരോ രാജാക്കന്മാർ, ഭൂമിയിൽ പല സ്ഥലങ്ങളിലുള്ള രാജാക്കന്മാർ യുധിഷ്ഠിരനെ കാണാൻ വരുന്നു, യുധിഷ്ഠിരന് കപ്പം കൊടുക്കുന്നു, സമ്മാനങ്ങൾ കൊടുക്കുന്നു. പല പല രത്നങ്ങൾ, സ്വർണങ്ങൾ, ആനകൾ, കുതിരകൾ, നല്ല വിശിഷ്ടമായിട്ടുള്ള പശുക്കൾ, ഇങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് യുധിഷ്ഠിരന് കിട്ടുന്നത്. ഇത് കണ്ട ദുര്യോധനൻ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അയാളുടെ ഉള്ളിലെ അസൂയ വളർന്ന്, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ നിന്ന് ഈ അസൂയ ഇങ്ങനെ തിങ്ങി തിങ്ങി കയറി വരികയാണ്. മാത്രമല്ല, മറ്റൊരു സംഭവവും ഇന്ദ്രപ്രസ്ഥവുമായി ബന്ധപ്പെട്ട് നടന്നു. ദുര്യോധനും സഹോദരങ്ങളുമൊക്കെ ഇന്ദ്രപ്രസ്ഥം ഇങ്ങനെ ചുറ്റി നടന്ന് കണ്ടപ്പോൾ പല അബദ്ധങ്ങളും സംഭവിച്ചു. ഇതെല്ലാം ദുര്യോധനൻ ശകുനിയോടാണ് പറയുന്നത്. ശകുനി നമുക്കറിയാം ദുര്യോധനൻ്റെ അമ്മാവനാണ്. തൻ്റെ സഹോദരിയെ അന്ധനായ ധൃതരാഷ്ട്രൻ വിവാഹം കഴിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഗാന്ധാരിയോടൊപ്പം ഗാന്ധാര ദേശത്തു നിന്ന് ഇവിടേക്ക് എത്തിയ ആളാണ്. ഒരു ദൃഢമായൊരു ശപഥമുള്ളിൽ ചെയ്തിരുന്നു എന്ന് പറയുന്നു, ഈ കൗരവരെ ഇല്ലാതാക്കും എന്നുള്ള ശപഥം. ഏതായാലും ശകുനിയോടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ശകുനിയാണ് പണ്ട് തന്നെ പാണ്ഡവരെ കൊല്ലാനുള്ള കാര്യങ്ങളൊക്കെ ദുര്യോധനെ ഉപദേശിച്ചു കൊടുത്തിരുന്നതും. ആദ്യമേ ചെന്ന് പറയുന്നു, അമ്മാവ, എനിക്ക് ഈ രാജസൂയ യജ്ഞം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലെ ദുഃഖം പെരുക്കുകയാണ് ചെയ്യുന്നത്. ശത്രുവായ ഒരുത്തൻ ഇതാ വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്നു. ഞാനിതൊക്കെ ഒരു മണ്ടനെ പോലെ കണ്ടിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയും. എന്താണ് ഇതിനൊരു പരിഹാരം? ഞാൻ ആ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ അവിടെ വലിയ ഇന്ദ്രപ്രസ്ഥം വലിയ മയൻ നിർമ്മിച്ച വലിയ സൗധമാണ്, വലിയ മനോഹരമായ സൗധമാണ്. ഞാനത് നടന്നു കാണുന്നു. നടന്നു കണ്ടപ്പോൾ എന്തൊക്കെയാണ് രത്നക്കല്ല് പതിച്ച സ്ഥലങ്ങൾ. ഞാൻ വിചാരിച്ചു അവിടെ തടാകമാണ്, അതിനകത്ത് ചെയ്തിരിക്കുന്ന ജലാശയമാണ് എന്ന് ഞാൻ ചിന്തിക്കുകയും ഞാൻ വസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുകയും ചെയ്തു. കണ്ടു നിന്നവരെല്ലാവരും എന്നെ പരിഹസിച്ചു. കൃഷ്ണനും ഭീമനും അർജുനനും എല്ലാം എന്നെ പരിഹസിക്കുകയുണ്ടായി. അപ്പോൾ അതെനിക്ക് വലിയ കുറച്ചിലായിപ്പോയി. പിന്നെ ഞാൻ മറ്റൊരു സ്ഥലത്തെത്തിയപ്പോൾ സാധാരണ പോലെ കിടക്കുന്നത് കണ്ട് അത് സാധാരണ സ്ഥലമാണെന്ന് വെച്ച് നടന്നു ചെന്നതും അതൊരു കുളമായിരുന്നു. തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ചെയ്ത കുളം. വാതിലെന്ന് വിചാരിച്ച് ചെന്ന സ്ഥലങ്ങളിൽ വാതിലില്ല, വാതിലുള്ള സ്ഥലങ്ങളിൽ വാതിൽ തിരിച്ചറിയാനും പറ്റുന്നില്ല. ഞാൻ തലയിടിച്ച് വീണു, കുളത്തിൽ വീണു. ഇങ്ങനെ ആകെ പരിഹാസ്യരായി എല്ലാവരുടെയും മുന്നിൽ എന്ന് ദുര്യോധനൻ പറയുന്നു. എനിക്ക് ഇവരുടെ ഉയർച്ച കണ്ടിട്ട് സഹിക്കാനാവുന്നില്ല. ഇതിലെന്താണ് ഒരു വഴി? അപ്പോൾ ശകുനി പറയുന്നു, നമുക്ക് ഇവരെ ഒരേ ഒരു വഴിയിലേ തോൽപ്പിക്കാൻ പറ്റൂ. നമ്മളിപ്പോൾ യുദ്ധമൊന്നും ചെയ്യുന്നത് ഉചിതമല്ല. കാരണം അവന് ബന്ധുബലമൊക്കെ ഉണ്ട്. മാത്രമല്ല ഭീമനെയും അർജുനെയും ഒന്നും നമുക്ക് നേരിട്ട് തോൽപ്പിക്കാനും സാധിക്കുകയില്ല. ഇവരാണെങ്കിൽ അസ്ത്രങ്ങളൊക്കെ പഠിച്ചവരുമാണ്. അതുകൊണ്ട് നമുക്കൊരു വഴിയുണ്ട്, ചൂത് കളിക്കാം. ചൂത് കളിച്ചാൽ തീർച്ചയായിട്ടും യുധിഷ്ഠിരൻ ചൂതുകളിയിൽ വലിയ പ്രിയനാണ്. മാത്രമല്ല അയാൾക്ക് നന്നായി കളിക്കാനും അറിഞ്ഞുകൂടാ. നീ പറഞ്ഞ കാര്യങ്ങൾക്ക് നിനക്ക് നേട്ടമുണ്ടാകണമെങ്കിൽ, നിൻ്റെ ഈ മനസ്സിലെ അസൂയ, ഈ സ്പർദ്ധ അതില്ലാതാകണമെങ്കിൽ, ശ്രമിക്കണമെങ്കിൽ ചൂതുകളിയിലൂടെ നമുക്ക് അവരുടെ ധനത്തെയും സമ്പത്തിനെയും ഒക്കെ തട്ടിയെടുക്കാം എന്നൊരു മാർഗം ശകുനി ഉപദേശിച്ചു കൊടുക്കുന്നു. അങ്ങനെ ശകുനിയും ദുര്യോധനുമായി ചെന്ന് വീണ്ടും ധൃതരാഷ്ട്രനെ കാണുകയാണ്. ധൃതരാഷ്ട്രനോട് ദുര്യോധനൻ ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്.
ഏതൊക്കെ രാജാക്കന്മാർ എന്തൊക്കെ നൽകി, ഇതെല്ലാം ദുര്യോധനൻ പറയുന്നുണ്ട്. ഓരോ സമ്മാനവും അയാളുടെ മനസ്സിൽ ഇങ്ങനെ ഭാരം കൂട്ടുകയാണ് ഉണ്ടായത്. തൻ്റെ ശത്രുവിനാണല്ലോ ഇതൊക്കെ കിട്ടുന്നത് എന്നുള്ള ഭാരം. അങ്ങനെ ധൃതരാഷ്ട്രൻ പറയുന്നു, വിതുരനോടൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. ഒരു ഘട്ടം ആലോചന കഴിഞ്ഞു. പക്ഷേ വിതുരൻ പറയുന്നത് ഇത് നല്ലതിനല്ല, ഇത് ഉപേക്ഷിക്കുകയാണ് നല്ലത് എന്ന് പറയുന്നു. ധൃതരാഷ്ട്രം അത് തന്നെ ദുര്യോധനനോട് പറയുന്നു, നീ വെറുതെ ഇങ്ങനെ ഉള്ളതിന് പോകരുത് എന്ന് പറയുന്നുണ്ട്. വീണ്ടും ദുര്യോധനൻ ധൃതരാഷ്ട്രനെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. വീണ്ടും ഇങ്ങനെ പല പല കാര്യങ്ങളും പറയുന്നു. തനിക്കേറ്റ അപമാനം, താൻ ഇങ്ങനെ ഒക്കെ നടന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ ഭീമൻ കളിയാക്കി. അങ്ങനെ മൂന്നാമത്തെ തവണ തനിക്കേറ്റ അപമാനം പറയുമ്പോഴാണ് ദുര്യോധനൻ കൃഷ്ണ അല്ലെങ്കിൽ പാഞ്ചാലി തന്നെ കളിയാക്കി ചിരിച്ച വിവരം പറയുന്നത്. നമ്മൾ കേട്ടിട്ടുള്ളത് പാഞ്ചാലിയുടെ ആ ചിരിയാണ് ഇതിലേക്ക് നയിച്ചത്, വലിയ മഹാഭാരത യുദ്ധത്തിലേക്കും അല്ലെങ്കിൽ ചൂതുകളിയിലേക്കും. ആ ചൂത് കളിച്ച് യുധിഷ്ഠിരൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെടുന്നതിലേക്കും ഒടുവിൽ വലിയ മഹാഭാരത യുദ്ധത്തിലേക്കും നയിച്ചത് പാഞ്ചാലിയുടെ ചിരിയാണ് എന്നാണ് പറയാറുള്ളത്. പക്ഷേ അത് ദുര്യോധനൻ ആദ്യ സമയത്ത് പറയുമ്പോൾ, ശകുനിയോട് പറയുമ്പോൾ ആ പാഞ്ചാലി ചിരിച്ചതായി പറയുന്നില്ല, ഭീമനും കൃഷ്ണനും ഒക്കെ ചിരിച്ചതായിട്ടേ പറയുന്നുള്ളൂ. രണ്ടാമത് ധൃതരാഷ്ട്രനോട് പറയുമ്പോഴുമില്ല. മൂന്നാമത്തെ തവണ പറയുമ്പോഴാണ്, അതായത് നമ്മൾ ഈ ഓരോ തവണ പറഞ്ഞ് ഒന്നുകൂടി എരികേറ്റി പോകുന്നത് പോലെ മൂന്നാമത്തെ തവണയാണ് ഈ പാഞ്ചാലിയുടെ ചിരി ദുര്യോധനൻ പറയുന്നത്. അതാണ് ഏറ്റവും അസഹ്യമായിട്ടുള്ളത്. ആ പാഞ്ചാലി ഇങ്ങനെ ചിരിച്ചു, അതുകൊണ്ട് എനിക്ക് പ്രതികാരം ചെയ്യണം എന്ന് ധൃതരാഷ്ട്രനോട് പറയുകയാണ്. ധൃതരാഷ്ട്രൻ മനസ്സിന് കട്ടിയില്ലാത്ത ആളാണ്. മാത്രമല്ല ധൃതരാഷ്ട്രൻ്റെ ഉള്ളിലും പാണ്ഡവരോടുള്ള തീർത്താൽ തീരാത്ത പകയോ അസൂയയോ വിദ്വേഷമോ ഒക്കെ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ ധൃതരാഷ്ട്രനും മകനോടൊപ്പം നിൽക്കാൻ, മകനെ തിരുത്തേണ്ട ധൃതരാഷ്ട്രൻ മകനോടൊപ്പം നിൽക്കാൻ ഒടുവിൽ തയ്യാറാകുന്നു. വിതുരനെ ആളയക്കുന്നു. ചൂത് കളിക്കാൻ വേണ്ടി ക്ഷണിക്കാൻ ആളിനെ ആയിട്ട് വിതുരനെയാണ് ദൂതനായി പറഞ്ഞയക്കുന്നത്. വിതുരൻ അങ്ങനെ പാണ്ഡവരുടെ രാജധാനിയായ ഇന്ദ്രപ്രസ്ഥത്തിലെത്തുന്നു. അങ്ങനെ വിതുരൻ ചെന്ന് യുധിഷ്ഠിരനെ കണ്ട് ഈ ചൂതിൻ്റെ കാര്യം അറിയിക്കുന്നു. വിതുരൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ എന്തോ നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് യുധിഷ്ഠിരന് മനസ്സിലാകുന്നുണ്ട്. ആ രീതിയിൽ അപ്പോൾ ചൂത് തന്നെയാണ് എന്ന് മനസ്സിലാകുന്നു. യുധിഷ്ഠിരൻ പറയുന്നു, ഞാൻ അങ്ങോട്ട് പോയി ചൂത് വിളിക്കില്ല, പക്ഷേ ഇങ്ങോട്ട് ക്ഷണിച്ചാൽ, ഇങ്ങോട്ട് ചൂതിനാരെങ്കിലും വിളിച്ചാൽ അത് ഉപേക്ഷിക്കുകയില്ല എന്നൊരു വ്രതവും എനിക്കുണ്ട്. യുധിഷ്ഠിരൻ്റെ കാര്യം അറിയാമല്ലോ, വാക്ക് എന്ന് പറയുന്നത് വലിയ, ആ വാക്കിൻ്റെ ലിറ്റററി സെൻസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് യുധിഷ്ഠിരൻ. അതുകൊണ്ടാണ് ഈ അശ്വത്ഥാമ ഹതയൊക്കെ ഉണ്ടാകുന്നത്. ഏതായാലും അങ്ങനെ ഒരു കാര്യം യുധിഷ്ഠിരൻ തീർത്തു പറയുന്നു. ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. യുധിഷ്ഠിരൻ കാണാൻ ഒരിക്കൽ വേദവ്യാസൻ, സാക്ഷാൽ വേദവ്യാസ മഹർഷി എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിക്കുന്നു, അല്ലയോ മഹർഷി, ഞാൻ ഈയിടെയായി കുറേ അനർത്ഥങ്ങൾ കാണുന്നുണ്ട്, വളരെ മോശപ്പെട്ട ചില കാര്യങ്ങൾ കാണുന്നു, ധൂമകേതുക്കൾ, പ്രളയം, ഭൂകമ്പം, ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്, എന്താണ് കാര്യം? മാത്രമല്ല ഇപ്പോഴിതാ രാജസൂയ യജ്ഞവേദിയിൽ വെച്ച് ശിശുപാലൻ വധിക്കപ്പെട്ടു. അതും ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഒരു മോശപ്പെട്ട കാര്യമാണ്, അനർത്ഥമാണ്. അപ്പോൾ എന്താണ് എൻ്റെ ഭാവി എന്താണ്? വ്യാസൻ മുഖത്തടിച്ചതുപോലെ തന്നെ കാര്യം പറയുകയാണ്. അല്ലയോ യുധിഷ്ഠിര, നീ കാരണം ഈ ഭൂമിയിലെ മൊത്തം രാജാക്കന്മാരും നശിക്കാൻ പോവുകയാണ്, അതിൻ്റെ തുടക്കം ആയിരിക്കുന്നു എന്നാണ് വ്യാസൻ യുധിഷ്ഠിരനോട് പറയുന്നത്. നീ ഇനി ഇത്തരത്തിലുള്ള പല സ്വപ്നങ്ങളും കാണും, അതുകൊണ്ട് കാലം വളരെ മോശമാണ്. ഇത് പക്ഷേ വിധി നേരത്തെ തീരുമാനിച്ചു വച്ചിരിക്കുന്നതാണ്, സമയം തീരുമാനിച്ചു വച്ചിരിക്കുന്നതാണ്, കാലം തീരുമാനിച്ചു വെച്ചതാണ്, അത് മറികടക്കാനാവില്ല. അതുകൊണ്ട് ഇതെല്ലാം കാലത്തിൻ്റെ തീരുമാനപ്രകാരം നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് വ്യാസൻ അവിടുന്ന് പോകുന്നു. അത് കഴിയുമ്പോഴാണ് വിതുരൻ വന്ന് ഈ ചൂതിന് ക്ഷണിക്കുന്നത്. അങ്ങനെ യുധിഷ്ഠിരൻ ഏതായാലും തൻ്റെ പിതാവിൻ്റെ, ധൃതരാഷ്ട്രൻ പിതാവിന് തുല്യനാണല്ലോ, അപ്പോൾ പിതാവിൻ്റെ ആജ്ഞപ്രകാരം ഹസ്തിനപുരത്തിലേക്ക് എത്തുന്നു. അവിടെ വലിയ മണ്ഡപമൊക്കെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. ധൃതരാഷ്ട്രൻ ദുര്യോധനോട് പറയുന്നുണ്ട്, ചൂത് അധർമ്മമാണ്, ഇതുകൊണ്ട് നാശമേ ഉണ്ടാവൂ, പിന്നെ നീ വിചാരിക്കുന്ന പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ധൃതരാഷ്ട്രൻ സമ്മതിക്കുന്നത്. ഒരു വലിയ മണ്ഡപമൊക്കെ, വളരെ സ്ഫടിക നിർമ്മിതം, ധാരാളം രത്നങ്ങളെ കൊണ്ട് അലങ്കരിച്ച 1000 തൂണുകളുള്ള വലിയ വിശാലമായ ഒരു മണ്ഡപമൊക്കെ ചൂതിനു വേണ്ടി പ്രത്യേകം ദുര്യോധനൻ തയ്യാറാക്കി കഴിഞ്ഞു. അങ്ങനെയുള്ള ആ ചൂതിൻ്റെ ആ മണ്ഡപത്തിലേക്ക് യുധിഷ്ഠിരനെ കൊണ്ട് ചെന്ന് നിർത്തുകയാണ്. യുധിഷ്ഠിരനും ശകുനിയുമായി ചൂതിനെ പറ്റി സംവാദം നടത്തുന്നുണ്ട്. നമ്മൾ കരുതും പോലെ യുധിഷ്ഠിരൻ അങ്ങനെ നേരെ ചെന്ന് ചൂതിന്
വഴങ്ങിക്കൊടുക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് ആ ചൂതിൽ നിന്ന് ഒഴിയാൻ യുധിഷ്ഠിരൻ പലപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് വിജയിക്കാതെ പോകുന്നു. പക്ഷേ ഈ ശ്രമങ്ങളൊക്കെ നടത്തുമ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ മദ്യപാനിയായിട്ടുള്ള ഒരാൾ മദ്യത്തിനെതിരെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ മദ്യം വേണ്ട എന്ന് പറയുമ്പോഴും അതിലേക്കൊരു ചായ്വ് കാണിക്കുന്നത് പോലെ, തികഞ്ഞ മദ്യപാനികൾ അങ്ങനെയുണ്ടല്ലോ, അതിലേക്ക് അതെങ്ങനെയെങ്കിലും അതൊന്ന് നടത്തിയാൽ കൊള്ളാമെന്ന് കാണിക്കുന്നത് പോലെയാണോ യുധിഷ്ഠിരൻ്റെ ഈ നിഷേധം എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ചൂതും അത്തരത്തിലുള്ളൊരു ലഹരിയാണ്. ഒരു തവണ പിടിച്ചു പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് മോചനമില്ല. അത്തരത്തിലൊരു ലഹരിയാണ് ചൂതും. യുധിഷ്ഠിരൻ്റെ ഒന്ന് ദൃഢമായി പറഞ്ഞിരുന്നുവെങ്കിൽ, അല്ല തനിക്കതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ വേണമെങ്കിൽ ഇല്ലാതായി പോകുന്ന ഒരു കാര്യമായിരുന്നു ചൂത്. ഏതായാലും ശകുനിയുമായി ദീർഘനേരം സംവദിക്കുന്നുണ്ട്. ചൂത് നല്ലതിനല്ലെന്നും കള്ളച്ചൂത് നടത്തുമെന്നും അല്ലെങ്കിൽ അതൊക്കെ മോശമാകുമെന്നും ഒക്കെ യുധിഷ്ഠിരൻ പറയുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ ശകുനി ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് തടയുന്നു. ഒടുവിൽ ദുര്യോധനൻ പറയുന്നു, നമുക്കിതാ മത്സരിച്ച് ചൂത് കളിക്കാം, എനിക്ക് വേണ്ടി ശകുനി ചൂത് കളിക്കുന്നതായിരിക്കും. വേണമെങ്കിൽ യുധിഷ്ഠിരൻ അപ്പോൾ തന്നെ അത് തടയാം, എങ്കിൽ എനിക്ക് താല്പര്യമില്ല, കാരണം ഈ ദുര്യോധനാണ് നേരിട്ട് ചൂത് കളിക്കേണ്ടത്, അങ്ങനെ ഒരാളെ വെച്ച് കളിച്ചാൽ എനിക്ക് താല്പര്യമില്ല എന്ന് വേണമെങ്കിൽ യുധിഷ്ഠിരന് പറയാം. പക്ഷേ താൻ ചൂതുകളിയിൽ വലിയ അഗ്രഗണ്യനാണ് എന്ന് സ്വയം ഒരു ചിന്ത യുധിഷ്ഠിരനുണ്ട്. അയാൾക്കാകെ അറിയാവുന്നൊരു വിദ്യയും അതായിരിക്കും. കാരണം ആയുധ കലകളിലൊന്നും അത്ര വലിയ പ്രാഗൽഭ്യമുള്ളതായി എങ്ങും പറയുന്നില്ല. മാത്രമല്ല എല്ലാ യുദ്ധത്തിലും പാണ്ഡവരുൾപ്പെടെ യുധിഷ്ഠിരനെ കരക്കിരിക്കാനാണ് പറയുന്നത്, കളത്തിലേക്ക് ഇറങ്ങി കളിക്കണ്ട എന്നാണ് പറയാറുള്ളത്. കാരണം ഇയാൾ കളത്തിലിറങ്ങിയാൽ ഇവർക്ക് കൂടി ബുദ്ധിമുട്ടാകുമെന്നുള്ളതാണ്. ഏതായാലും യുധിഷ്ഠിരൻ അങ്ങനെ ചൂത് കളിക്കാൻ തയ്യാറെടുക്കുന്നു. ഓരോരോ സാധനങ്ങളായി പണയം വെച്ച് ചൂതുകളി ആരംഭിക്കുന്നു. ചൂതുകളി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ലഹരിയാണ്. അത് ചൂത് കളിക്കും തോറും അത് നശിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നശിച്ചുകൊണ്ടിരിക്കുന്നവൻ വീണ്ടും വീണ്ടും പണയം വെച്ച് ചൂത് കളിക്കാൻ ശ്രമിച്ചുകൊണ്ടും ഇരിക്കും. ആ കഥ, അല്ലെങ്കിൽ ചൂതിൻ്റെ വിശദമായ കഥയിലേക്ക് നമുക്ക് അടുത്ത ലക്കം പോകാം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമസ്കാരം.